കരുനാഗപ്പള്ളി പുത്തൻതെരുവിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് നാഷണൽ ഹൈവേ പ്രൊജക്ട് ഓഫീസിലേക്ക് വെള്ളിയാഴ്ച മാർച്ച് നടത്തും. ദേശീയപാത ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരുനാഗപ്പള്ളി പുത്തൻതെരുവിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് വെള്ളിയാഴ്ച രാവിലെ 10-ന് നാഷണൽ ഹൈവേ പ്രോജക്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത്. നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ധർണ നടത്തുന്നത്. CR മഹേഷ് MLA ധർണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ധാരാളം അടിപ്പാതയ്ക്ക് വേണ്ടി സമരം നടക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ കുഴച്ചിട്ട് അതും ഇതും എല്ലാം കൊണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മുൻഗണനയും വേറവും ഔചിത്യവും അതിൻ്റെതായ വിവേചനവും കൊണ്ട് അതും ഈ കേസുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പരമാവധി ഈ പറയുന്ന രീതിയിൽ നടപ്പിലാക്കാനുള്ള എന്താണോ ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ പ്രകടനങ്ങളും എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഞാൻ സൂചിപ്പിക്കുന്നത് സാധാരണ ഒരു അടിപ്പാത സമരം നമ്മൾ വിശിഷ്ടപ്പെടുത്താതെ ഇത് ഈ പറയുന്ന കളക്ടറിന്റെ കോൺഫറൻസിന്റെ തീരുമാനം നടപ്പിലാക്കാനൊക്കെ ഉള്ള ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നടപ്പിലാക്കിയേ പറ്റൂ. അല്ലാതെ നടപ്പിലാവാതെ ഞാൻ MLA കഴിഞ്ഞ ആഴ്ചയിലും കണ്ടു. ഇതുപോലെ ഇങ്ങനെ തീരുമാനം എടുത്തു വെച്ചുകൊണ്ട് ഇതിനെക്കൊണ്ടെങ്കിലും പോയാൽ അത് നടക്കുന്ന കാര്യമല്ല. വേറെ ഏതെങ്കിലും ഒക്കെ നടക്കും രാജ്യത്ത്. ആര് പിടിച്ചാലും കേൾക്കാത്ത രീതി. പണ്ട് ഇതിനൊക്കെയാണ് വന്നപ്പോഴും ഞങ്ങൾ തന്നെ സമരത്തിന് കൂടിയത്. പണ്ടൊരു ഏരിയൽ സർവേ നടത്തിയിട്ട് നമ്മുടെ ഹൈവേ തോന്നിയിടത്തോടെ പോയപ്പോഴും അതിനെ പിടിച്ച് മാറ്റാൻ പോകുന്നതും ഞങ്ങൾ തന്നെയാണ്. ഞാനും ഈ ചെയർമാനും എല്ലാം ഇവിടെ ഡൽഹിയിൽ പോയി ബാക്കിയുള്ള ആളുകളെ കണ്ടിട്ട് അത് മാറ്റിയിട്ട് നടക്കൊണ്ട് വെച്ചിട്ട് ഒപ്പാതിയായിട്ട് കൊടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞ് ഇന്നത്തെ കോലത്തിലാക്കി എടുക്കാൻ തന്നെ പോയത് നമ്മൾ തന്നെയാണ്. അഡ്വക്കേറ്റ് KP മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങൾ ദൈനംദിനം പുത്തൻതെരുവിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിൽ 2 ഭാഗങ്ങളായി വെട്ടിമുറിക്കുന്ന തരത്തിലാണ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത്. ഇവിടെ അടിപ്പാത നിർമ്മിക്കണമെന്നാണ് നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യമുന്നയിച്ച് കേന്ദ്രമന്ത്രിക്കും ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ നിവേദനം നൽകിയിരുന്നു. ഇത് ഞങ്ങൾ സമരത്തിലേക്ക് വലിച്ചെടുത്തത് രക്ഷാധികാരി പറഞ്ഞതുപോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത സമരമല്ല. നമുക്ക് കൈ നീട്ടി തന്നത് അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോയത്. അവിടുത്തെ പ്രാധാന്യമൊന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. റോഡിന്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് 5 കശുവണ്ടി ഫാക്ടറി. ഈ 5 കശുവണ്ടി ഫാക്ടറിയിൽ വരുന്ന 2000-ഓളം വരുന്ന തൊഴിലാളികൾ അവർ പുത്തൻതെരു ജംഗ്ഷനിൽ ഇറങ്ങി ബസ് ഇറങ്ങി അവിടുന്ന് ക്രോസ് ചെയ്താണ് പടിഞ്ഞാറ് പോകുന്നതും കിഴക്കോട്ട് വരുന്നത്. ESI ആശുപത്രിയുണ്ട്. പുത്തൻതെരു ജംഗ്ഷനിൽ ഇറങ്ങി കിഴക്കോട്ട് പോയി അവിടെയാണ് ESI ആശുപത്രിയിൽ വരുന്നത്. ESIയുമായി ബന്ധപ്പെട്ടുള്ള ലോക്കൽ ഓഫീസുണ്ട്. അത് റോഡിന്റെ കിഴക്കേ സൈഡിലാണ്. ESI ആശുപത്രിയുടെ മുകളിലാണ്. കിഴക്കേ സൈഡിൽ ഒരു ആയുർവേദ ആശുപത്രിയുണ്ട്. എൻ്റെ അർത്ഥം പടിഞ്ഞാറ് സൈഡിൽ ഒരു ആയുർവേദ ആശുപത്രിയുണ്ട് പഞ്ചായത്ത്. ഈ ആയുർവേദ ആശുപത്രി പോകണമെങ്കിൽ പടിഞ്ഞാറ് സൈഡിലായാലും കിഴക്കേ സൈഡിൽ റോഡ് ക്രോസ് ചെയ്താൽ മതി. പിന്നെ കുലശേഖരം ഗവൺമെന്റ് ഹൈസ്കൂള്, ആദനാട് UPS അതുപോലുള്ള സ്കൂളുകളിൽ അൽസൈൻ സ്കൂള് ഇതെല്ലാം പോകുന്നത് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് ക്രോസ് ചെയ്യുന്നു. ക്ഷേത്രം ശക്തികുളങ്ങര ക്ഷേത്രം അതിന്റെ ഞാൻ പറഞ്ഞല്ലോ അതിന് ചുമതലക്കാരനായിരിക്കുന്നത്. ആ ശക്തികുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഇപ്പൊ അവിടുത്തെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് KP മുഹമ്മദ്, A നാസർ, ഷമീർ, G ചന്ദ്രബാബു, നിസാർ, കാഞ്ഞിക്കൽ നിസാം, കവീൽ സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.